മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യം നീട്ടി. സുപ്രീം കോടതിയുടേതാണ് ഉത്തരവ്. സ്ഥിരജാമ്യത്തിൽ അടുത്തയാഴ്ച വാദം കേൾക്കും. മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർ കെ, ശിവശങ്കറിന് ജാമ്യം നീട്ടി നൽകിയിരിക്കുന്നു. എന്താണ് കോടതി കണ്ട കാരണങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, ശിവശങ്കറിന് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ ജാമ്യം അനുവദിച്ചിരുന്നത്, ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. ആ ജാമ്യമാണ് നീട്ടി നൽകിയിരിക്കുന്നത്. കോടതി നൽകിയിരിക്കുന്ന ഉറപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിര ജാമ്യത്തിനുള്ള അപേക്ഷ അടുത്തയാഴ്ച പരിഗണിക്കാം. അതുവരെ അദ്ദേഹം ഈ താൽക്കാലിക ജാമ്യത്തിൽ തുടരട്ടെ എന്നുള്ളതാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് എന്നൊരു പരാതി ഇതുവരെയും ഉയർന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ജാമ്യം, ഇടക്കാല ജാമ്യം തുടർന്ന് നൽകാനായിട്ടും അടുത്തയാഴ്ച തന്നെ സ്ഥിര ജാമ്യത്തിൽ വാദം കേൾക്കാനായിട്ടും കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഗോപി, ശരി. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എം ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ജാമ്യം നീട്ടി നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.